നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് വലിയ തോതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. എല്ലാം നീതിയുക്തമായി പരിഹരിക്കപ്പെടും എന്ന് വിചാരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പരമാവധി എല്ലാ തരത്തിലും സുപ്രീം കോടതിയുടെ അന്തസ്സിനും അതിൻ്റെ പരമാധികാരവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പരിഭാവനത നിലനിർത്താൻ ശ്രമിക്കും ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ എന്നാണ് സൂര്യകാന്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. രാഷ്ട്രപതിയാണോ വലിയ ആൾ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ വലിയ ആൾ എന്ന രീതിയിലുള്ള തർക്കങ്ങൾ വരെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. സുപ്രീം കോടതിയെ വിമർശിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ രാജ്യത്തുള്ള വ്യക്തികൾക്ക് അധികാരമില്ല എന്ന തരത്തിലിരിക്കെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും അർണബ് ഗോസ്വാമി ശ്രമിച്ച കാലഘട്ടമുണ്ട്. അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ശക്തമായി വിമർശിക്കാൻ അർണബ് ഗോസ്വാമി ശ്രമിച്ചത്. കോടതിയെ ലക്ഷ്യത്തിന് വേണമെങ്കിൽ ചീഫ് ജസ്റ്റിസിന് നടപടി ഇഷ്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ രാജ്യത്ത് മറ്റേതെങ്കിലും പാർട്ടിയെ മൂടുതാങ്ങുന്നവർ കോൺഗ്രസിനെയോ സമാജ്വാദി പാർട്ടിയെയോ തൃണമൂൽ കോൺഗ്രസിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ, ഒന്നും വേണ്ട, രാജ്ദീപ് സർദേശായി തന്നെ സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു പോസ്റ്റോ ഇട്ടാൽ ഈ രാജ്യത്തെ BJP-ക്കാർ വെറുതെ ഇരിക്കുമോ? ഈ രാജ്യത്തെ സംഘപരിവാർ സുപ്രീം കോടതിയെ ഇതാ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരില്ലേ? മുമ്പ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DR ഗവായിയെ ബോഡി ലാംഗ്വേജ് കാട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു സംഘപരിവാർ അഡ്വക്കേറ്റ് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് ഒക്കെ തിണ്ണമെടുക്ക കാണിക്കാം, അല്ലെങ്കിൽ തോന്നിയാസം കാണിക്കാം എന്ന രീതിയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണോ എന്നുള്ളത് നമ്മൾ തോന്നിപ്പോകും. ഈ രാജ്യത്തിൻ്റെ കസ്റ്റോഡിയനാണ് സുപ്രീം കോടതി എന്നിരിക്കെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനം എന്നിരിക്കെ, ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയകളെ ശക്തമായി വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് ഏക ആശ്രയം എന്നത് സുപ്രീം കോടതിയാണെന്നിരിക്കെ ജസ്റ്റിസ് സൂര്യകാന്ത് ആ വഴിക്ക് തന്നെ എത്തുന്നു എന്നത് BJP അത്ഭുതപ്പെടുത്തുന്നു. കാരണം BJP ആദ്യം വിചാരിച്ചത് എന്താണ്? മുൻകാലങ്ങളിൽ സൂര്യകാന്തിന്റെ നടപടിക്രമങ്ങൾ സംഘപരിവാറിന് പ്രതികൂലമല്ലായിരുന്നു. ജസ്റ്റിസ് DR ഗവായിയെ വെച്ച് നോക്കുമ്പോൾ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് സംഘപരിവാറിന് ദോഷമായിട്ട് വിധികളൊന്നും പ്രസ്താവനയിൽ പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു BJP-യുടെ ഏക ആശ്വാസം. എന്നാൽ സൂര്യകാന്ത് സംഘപരിവാർ വിരുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് BJP കൃത്യമായി പറയുന്നത്. അതായത് BJP-യുടെ EVM തട്ടിപ്പുകൾ, കൊള്ള, അതിനെ പുനരന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.